ടി ജി വിമർശിക്കുന്നവരോട് ഒടുങ്ങാത്ത പകയാണോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്? ഇപ്പോൾ ദാ വലിയ ചർച്ചയായി വരുന്നു. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC-യെ അടുത്തിടെ ഒരു ഡോക്യുമെൻ്ററി കാണിച്ചതിൻ്റെ പക വീട്ടലിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുന്നതിന് തുല്യമായ നടപടി മോദിയുടെ സമ്മർദ്ദങ്ങളുടെ ഫലമായി അവർക്ക് സ്വീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് ചർച്ച. എന്നാൽ അവർ പോലും പറഞ്ഞിട്ടില്ല. മീഡിയ വൺ ചർച്ച ചെയ്തു എന്നല്ലേ? മീഡിയ വണിന് എന്തും പറയാം. BBC എന്താ പറയുക, BBC അവരുടെ പുതിയൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യുന്നു അവരുടെ എംപ്ലോയീസിനെ വെച്ചിട്ട്. അതിൽ BBCക്ക് 26% ഷെയർ എടുക്കുന്നത് എന്തൊക്കെയോ തിരിമറി. അതിനിപ്പോൾ മോദിക്ക് എന്താ? നിങ്ങളൊരു കമ്പനിയെ രണ്ടാക്കി തിരിക്കുന്നു, ഒരു കമ്പനി മറ്റേ കമ്പനിയുടെ 26% ഷെയർ എടുക്കുന്നു. ഇതൊക്കെ സാധാരണ ഉള്ളതാണ്. മെർജർ, അലയൻസ്, അത് ഇതൊക്കെ ചെയ്യുന്നതാണ്. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇപ്പോൾ ആരും അതിനെ ഉടമസ്ഥയൊന്നും നമുക്കാർക്കും അറിയില്ല. റൂപ്പർട്ട് മർഡോക്ക് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ മറ്റേ ആൾക്ക് വിറ്റു, ജൂപ്പിറ്ററിന് വിറ്റു, ജൂപ്പിറ്ററിൻ്റെ ഷെയർ ഇയാൾ മേടിച്ചു. ഇതൊക്കെ കമ്പനികൾ സാധാരണമാണ്. ഇതുപോലൊരു തരികിട BBC ചെയ്തിരിക്കുന്നു. തരികിടയാണോ എന്താണെന്ന് എനിക്കറിയാമില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇത് കണ്ടന്റിൻ്റെ വിഷയത്തിലാണ്. കണ്ടന്റില്ലേ, അവരുടെ എഡിറ്റോറിയൽ കണ്ടന്റ് BBC ഇന്ത്യയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ വളരെ സീനിയർ ന്യൂസ് എഡിറ്റർ ആയിരുന്ന ഒരാൾ ഉൾപ്പെടെ 3-4 പേർ ചേർന്ന് കളക്റ്റീവ് ന്യൂസ് റൂം എന്ന് പുതിയൊരു കമ്പനി ഉണ്ടാക്കി. BBC അത് അവരുടെ 26% തന്നെയാണല്ലോ. ഞാനും സുനിലും കൂടെ വേറൊരു കമ്പനി തുടങ്ങിയിട്ട് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നു. അത് ചർച്ച ചെയ്യുന്ന ഞാനും സുനിലും ആണല്ലോ. പിന്നെന്താ, ഏത് പേരിൽ ചെയ്താലും എന്താ സാധനം? ഫൈനലി ഇവരുണ്ടാക്കുന്ന ന്യൂസാണല്ലോ ന്യൂസ്. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്താന്ന്, നിങ്ങൾ വേറെ കമ്പനി ഉണ്ടാക്കുകയോ ഉള്ള കമ്പനി പിരിച്ചു വിട്ടിട്ട്. BBC ലോകത്തൊരിടത്തും ചെയ്തിട്ടില്ല, ഇവിടെ മാത്രമാണ് ചെയ്യുന്നത്. അതിനിപ്പം എന്ത് വേണം? BBCക്ക് അത് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ലോകത്ത് ചെയ്യുന്ന കാര്യമേ ഇവിടെ ചെയ്യണം. അതൊക്കെ BBC-യുടെ കാര്യമാണെന്ന്. വേറെ നാട്ടുകാർക്ക് എന്താ? BBC ഉപദ്രവിച്ചില്ലേ മോദി സർക്കാർ? ഉപദ്രവിച്ചില്ലേ? ഫെമ ലംഘനം മോദി കേസെടുത്തു. BBC മൂക്കുകൊണ്ട് ഇക്ഷ വരച്ചിട്ട് പിഴയടച്ചല്ലോ. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് പിടിച്ചു കഴിയുമ്പോൾ പിഴയെ അടച്ചു. അല്ല, ഒരു മാധ്യമ സ്ഥാപനത്തോട് അങ്ങനെയൊക്കെ ചെയ്യാമോ? മാധ്യമ സ്ഥാപനത്തോട് ആരോടും ചെയ്യും. ഇൻകം ടാക്സ് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ടാണ് BBC വാലും ചുരുട്ടി കാശടച്ചത്. ആരെ ഈ BBC ഈ സായിപ്പിനെ എന്തിനാണ് പേടിക്കുന്നത്? 1947 ആഗസ്റ്റ് 15 ശേഷം പിന്നെയും സായിപ്പന്മാരെ പേടിക്കുന്ന കുറേ എണ്ണം ഇവിടെ ഉണ്ട്. അവർക്ക് പലതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാല് നോക്കി നടക്കുന്നത്. മാക്സസെ അവാർഡ് വേണം, പുലിറ്റ്സർ അവാർഡ് വേണം, ഓസ്കാർ അവാർഡ് വേണം. പുല്ല് വിലയാണ് ഭാരതത്തിലെ ജനത ഈ അവാർഡുകൾ കൊടുത്തിരിക്കുന്നത്. ഈ തമ്പുരാന്മാർക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കാല് നക്കി ഈ അവാർഡ് മേടിച്ച് തിന്നോട്ടെ. അതും കൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ മസിൽ പഠിപ്പിക്കാൻ പറ്റരുത്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ വാട്ട് BBC ഈസ് പ്രൊഡ്യൂസിങ്. പിന്നെ അവർക്ക് തോന്നിയ ദിവസം കളിക്കാനുള്ള ഗ്രൗണ്ട് അല്ല ഇന്ത്യ. ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യവും സംഗതിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മനഃപൂർവ്വം BBC അല്ല, BBC-യുടെ അച്ഛനുണ്ടല്ലോ റോയിട്ടേഴ്സ്, അവരിറങ്ങിക്കഴിഞ്ഞാൽ പോലും നടക്കാൻ പോകുന്നില്ല. അവരെ നിരോധിക്കും, അവരുടെ സംപ്രേഷണം നിരോധിക്കും. അവിടെ നിയമമനുസരിച്ച് അവർക്ക് ടാക്സ് അടച്ചില്ലെങ്കിൽ റെയ്ഡ് നടക്കും, കാശ് പിടിച്ചെടുക്കും, അക്കൗണ്ട് ഫ്രീസ് ചെയ്യും. എവറിത്തിങ് സബ്ജക്റ്റ് ടു റൂൾ ഓഫ് ലോ ഇൻ ഇന്ത്യ. ഇതിലും വലിയ തമ്പുരാനാണല്ലോ ആംനസ്റ്റി ഇന്റർനാഷണൽ. കണക്ക് ചോദിച്ചു കഴിയുമ്പോൾ സ്ഥലം വിട്ടില്ലേ, ഒരുത്തി എവിടെ പിടിച്ചും വെച്ചു, എയർപോർട്ടിൽ പോയി പിടിച്ചു, ഫ്ലൈറ്റ് കയറാൻ നേരത്താണ് പിടിച്ചത്. അങ്ങനെ പോകാതെ വേണം നമ്മളെ കണക്ക് നിന്നിട്ട് പോകുമെന്ന് പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണൽ, ഗ്രീൻ പീസ്, ഇവരൊക്കെ ഞങ്ങൾ ഇന്ത്യ വിട്ടു പോവുകയാണ്. അന്നും ഇതുപോലെ ഈ ആൾക്കാരൊക്കെ കൂടെ ബഹളം വെച്ചത്. ഗ്രീൻ പീസ് പോയി കഴിഞ്ഞാൽ അവരാണ് നമുക്ക് ചിലവർ നിർത്തുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ ലോകത്തിലെ ഇസ്ലാം ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ മുഴുവൻ ഓപ്പറേഷൻ്റെ ടേക്ക എടുത്തിരിക്കുന്ന പാർട്ടിയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അവൻ്റെ സകല സ്ഥലത്തും റെയ്ഡ് ചെയ്തു, കാശ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ കടന്നു. ഇതിനകത്തൊന്നും രാഷ്ട്രീയമില്ലെന്നാണ് പറയുന്നത്. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്. ഭാരതത്തിൻ്റെ താല്പര്യങ്ങളുണ്ട്. അത് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന മൂത്രം ഒഴിക്കുന്ന പ്രധാനമന്ത്രി അല്ല മോദി. അല്ല, ഭാരതത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ BJP-യുടെയും മോദിയുടെയും താല്പര്യമാണോ? അത് ചേർന്നിരിക്കുന്നു. വേറെ ആരുണ്ട് ഭാരതത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന രാഷ്ട്രീയ കക്ഷി? പറഞ്ഞേ. കള്ളപ്പണം നിരോധന നിയമം എടുത്ത് കളയും എന്ന് പറഞ്ഞവൻ ഭാരതത്തിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. സീതാറാം യെച്ചൂരി, അയാളുടെ അളിയനാണ് രാഹുൽ ഗാന്ധി. ഇവരാണ് രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നവർ. BJP രാഷ്ട്ര താല്പര്യം സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ BJP-യുടെ താല്പര്യവും രാഷ്ട്രത്തിൻ്റെ താല്പര്യവും ഒന്നാകും സ്വാഭാവികമായിട്ട്. ജനം BJP-യുടെ കൂടെ നിൽക്കും. ദാറ്റ് ഈസ് വാട്ട് യു ആർ സീയിങ്. അല്ല, ഈ ലോകത്തെമ്പാടും ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് BBC. അപ്പോൾ അതിനെതിരെ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ എന്ത് ഞാൻ പറയാം, നമ്മുടെ വിശ്വാസത്തെ ബാധിക്കില്ല. ഞാൻ പറയാം, BBC ചാനൽ 4-ൽ മദർ തെരേസയെ പറ്റി ഒരു സീരീസ് വന്നു, ക്രിസ്റ്റഫർ ഹിച്ചിൻസിൻ്റെ.
ആ റിപ്പോർട്ട് BBC വിശ്വാസ്യത ഉള്ളതാണ്, ആ റിപ്പോർട്ട് ശരിയാണെന്ന് പറയാൻ ഇവർ തയ്യാറുണ്ടോ? ഈ പറയുന്ന ടീമൊക്കെ ഉണ്ടല്ലോ, മീഡിയ വണ്ണിൻ്റെ നമ്മളെ അഡ്വക്കേറ്റ് ജയശങ്കർ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്നതിന് പറഞ്ഞു, ഞാൻ പറയുന്നില്ല കേട്ടോ, അദ്ദേഹം പറഞ്ഞത് കോട്ട് ചെയ്യാണ് ഞാൻ. ഇവരടക്കം മദർ തെരേസയെ പറ്റി BBC-യിൽ വന്ന BBC ചാനൽ 4-ൽ ക്രിസ്റ്റഫർ ഹിച്ചിൻസ് ഇറക്കിയ സാധനം ശരിയാണ് എന്ന് പറയാൻ ഇവർ തയ്യാറുണ്ട്. അതിലെന്താ പറയുന്നത്? അത് പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ, അത് അവർക്കറിയാം, അവർക്കും എനിക്കും അറിയാം. ക്രിസ്റ്റഫർ ഹിച്ചിൻസിൻ്റെ ബുക്കുണ്ട് മദർ തെരേസയെ പറ്റി. മദർ തെരേസ വാസ് ഡൂയിങ് കൺവേർഷൻ ഇൻ ഇന്ത്യ, സറോഗേറ്റ് കൺവേർഷൻ. ഹി ടുക്ക് മണി ഫ്രം ഇൻ്റർനാഷണൽ ക്രിമിനൽസ്. ഇതിൻ്റെ എല്ലാം തെളിവുകളൊക്കെ ചേർന്നിട്ടാണ് BBC ചാനൽ 4 സംപ്രേഷണം ചെയ്തത്. അന്ന് BBC-യെ നിരോധിക്കണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ ടീമാണ് ഇതൊക്കെ. If BBC is propagating their line, oh, BBC is sacred. It goes against them, oh, BBC is useless. ആ പരിപാടി BJP എടുക്കുന്നില്ല. അതാണോ BJPയുടെ കുറ്റം? നിങ്ങൾ ഈ BBC-യെ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ BBC-ക്ക് ഒരു ചരിത്രമുണ്ട് എന്ന് ഓർക്കണം. ആ ചരിത്രം അത്ര സുഖമുള്ളതൊന്നും അല്ല. അങ്ങനെ വരുമ്പോൾ BBC, I am ready to discuss this with anybody. അതെ, ഓക്കെ, whosoever is putting a brief for BBC. അല്ല, അങ്ങനെ പറയുമ്പോൾ BBC-ക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല, അവർ സ്വതന്ത്രം എന്നല്ലേ പറയുന്നത്? അല്ല, സ്വതന്ത്രമല്ല. മദർ തെരേസയ്ക്കെതിരെ അവർക്ക് അവരുടെ ആവശ്യത്തിന് അവർ പലരെയും ചീത്തയാക്കുകയും പലരെയും നന്നാക്കുകയും പല കളികളും കളിക്കുകയും ചെയ്യും. BBC is not an impartial broadcaster. No, not at all. They have their politics, which is being progressively anti-Indian. Progressively, step by step ആയിട്ട് ആൻറ്റി-ഇന്ത്യ നരേറ്റീവ് വളർത്തിക്കൊണ്ടുവരിക. ഇതാണ് BBC-യുടെ പരിപാടി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യവും ഈ നടപടി, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുണ്ട് ഈ നടപടിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡ് അത് ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയമമനുസരിച്ചാണ് നടന്നത്. And Modi being head of India government, he has the vicarious liability. ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മോദിക്കുണ്ട്. കരുവന്നൂർ റെയ്ഡ് നടക്കുന്നു, അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്, ഇല്ലേ? എവറി ഏജൻസി, എവറി ആക്ഷൻ, എവറിത്തിങ് ഈസ് അണ്ടർ പ്രൈം മിനിസ്റ്റർ. സോ ഫോർ എവറിത്തിങ് ഹി ഈസ് റെസ്പോൺസിബിൾ, നല്ലതിനും ചീത്തയ്ക്കുമല്ല. അല്ല, ഇപ്പോൾ TG പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സർക്കാരിൻ്റെ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ക്യാമോഫ്ലാഷ് ചെയ്ത് വേറൊരു കമ്പനി ഉണ്ടാക്കിയതാവാം. അത് ചെയ്യാം, ഇറ്റ് ഈസ് പെർമിറ്റഡ്. ഇപ്പം ഞാൻ പറയട്ടെ, 10 എംപ്ലോയീസിൽ കൂടുതലുണ്ടെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടും ESIയും ബാധകമാകും. പല കമ്പനികളും ചെയ്യുന്നത് എംപ്ലോയീസ് 10 ആയി കഴിയുമ്പോൾ വേറൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യും, അവിടെ 10 പേരെ നിയമിക്കും, വേറൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യും, അവിടെ 10 പേരെ നിയമിക്കും. അപ്പോൾ 3 കമ്പനിയായി, ഓരോ കമ്പനിക്കും 10 എംപ്ലോയീസേ ഉള്ളൂ. അതുകൊണ്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ നെറ്റിൽ നിന്ന് പുറത്തു. ദിസ് ഈസ് ആൻ ഓതറൈസ്ഡ് ഓപ്പറേഷൻ. യു ക്യാൻ ഡൂ ദാറ്റ്. ഇപ്പോൾ നമുക്ക് മൊബൈലിൽ നിന്ന് 50,000 രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? 49,000 ആദ്യം ട്രാൻസ്ഫർ ചെയ്യും, പിന്നെ 49,000 ട്രാൻസ്ഫർ ചെയ്യും. ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ്. അതാണ് CPM കരുവന്നൂർ ചെയ്തത്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് ദി ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. അത് സത്യവാങ്മൂലമായിട്ട് കോടതിയിലെ വല്ലതും വരികയാണെങ്കിൽ, ഞാൻ ജനറലി സുനിലിന് അറിയാമല്ലോ, പത്രവാർത്തയല്ല എൻ്റെ അടിസ്ഥാനം കോടതി ഡോക്യുമെൻറ്റ്സാണ്, ജഡ്ജ്മെൻറ്റ്സാണ്. കാരണം പത്രവാർത്തയിൽ പലതും അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ചിലത് അവരുടെ പൊളിറ്റിക്സും ഒക്കെ ചേർത്തിട്ട് ചെയ്യും. ഇന്നിപ്പോൾ ഈ മറ്റേ ഇടുക്കി അതിരൂപതയോ ആരോ കേരള സ്റ്റോറി അവിടെ പ്രദർശിപ്പിച്ചു, കേരള സ്റ്റോറി കാണിച്ചു എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു കള്ളം കയറ്റിവിട്ടു. കേരള ഹൈക്കോടതി വരെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് ചലഞ്ച്ഡ് ഇറ്റ് സോ മെനി ടൈംസ്. നമ്മുടെ ഇതിൻ്റെ തമ്പുരാനാണല്ലോ അബ്ദുള്ള, അദ്ദേഹത്തോട് ഞാൻ ഈ TV ചർച്ചയിൽ വിനയപൂർവ്വം ചോദിക്കും, സാർ ആ ജഡ്ജ്മെൻ്റ് ഏതാണ് സാർ? അതൊക്കെ അങ്ങനെയൊക്കെ വന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനൊരു അറിവില്ലാത്തവന്, ആ ജഡ്ജ്മെൻ്റ് ഒരു കോപ്പി കാണിക്കും. ഞാൻ അന്നത്തെ പത്രം കാണിക്കും. പത്രം എനിക്ക് കാണണ്ട, ജഡ്ജ്മെൻറ്റ് കാണിക്കും. യു ഷോ മീ എ ജഡ്ജ്മെൻറ്റ് ബൈ സോ കോൾഡ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ. ആ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നോ, ബട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് പോലീസ് റിപ്പോർട്ടുകൾ ഓരോ റിപ്പോർട്ടുകളായിട്ട് ഉദ്ധരിച്ചിട്ടാണ് KT ശങ്കരൻ്റെ ജഡ്ജ്മെൻറ്റ്. ആ ജഡ്ജ്മെൻറ്റിനെ പറ്റി ഇവർ മിണ്ടുന്നുമില്ല. എന്നിട്ട് ഇല്ലാത്തൊരു ജഡ്ജ്മെൻറ്റിൻ്റെ പേരിൽ അത് ശശിധരൻ നമ്പ്യാരുടെ പേരും പറയുന്നു. അദ്ദേഹം റിട്ടയർഡ് ജഡ്ജിയാണ്, അദ്ദേഹത്തിന് മൈക്ക് വെച്ച് പ്രസംഗിക്കാൻ പറ്റുമോ ഞാനിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതിയിട്ടില്ല എന്ന്? ഹീ കനോട്ട്. സോ ഹീ ഈസ് കീപ്പിംഗ് ക്വയറ്റ്. ഐ ഡോണ്ട് നോ വെദർ ഹീ എക്സിസ്റ്റ് ഓർ നോട്ട്. ഇപ്പോഴെങ്കിലും കേട്ടിട്ടില്ല.
എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ് എ നൈസ് മാൻ. ആ പുള്ളി ഇങ്ങനെ വേണ്ടാത്ത വിവാദത്തിൽ അദ്ദേഹമായിരുന്നു ജില്ലാ ജഡ്ജിയായിരിക്കെ സൂര്യനെല്ലി കേസിൽ വിധി പറഞ്ഞത്. ആവാം. ഏതായാലും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. പക്ഷേ ഇപ്പോഴും ഏഷ്യാനെറ്റ് അടക്കം സകലവരും ഈ കള്ളം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഏഷ്യാനെറ്റിലെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും കാണുമെങ്കിൽ ഈ വീഡിയോയ്ക്ക് റെഫറൻസ് ഒന്നും കൊടുക്കണ്ട. മോഹൻദാസിൻ്റെ പേര് പറയണ്ട. മോഹൻദാസ് ഈസ് അൺടച്ചബിൾ. നാച്ചുറലി മോഹൻദാസിൻ്റെ കൂടെ പ്രത്യക്ഷപ്പെടുന്നുള്ളതുകൊണ്ട് സുനിലും അവിടെ അൺടച്ചബിൾ ആയി കാണും. ഈ പേരൊന്നും പറയണ്ട, ABC മലയാളത്തിൻ്റെ പേര് പറയണ്ട. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ഒരു തവണ സ്ക്രീനിലൊന്ന് കാണിക്കണം. ഈ പറഞ്ഞ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞ ജഡ്ജ്മെൻറ്റ് അയച്ചാലുണ്ട. ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല, സ്റ്റിൽ ഒരു 10,000 രൂപ ഞാൻ ഏഷ്യാനെറ്റിന് സമ്മാനം കൊടുക്കാം അങ്ങനൊരു ജഡ്ജ്മെൻറ്റ് കാണിച്ചാൽ. അതിൽ കൂടുതലൊന്നും തരാൻ എൻ്റെ കയ്യിലില്ല. അത് തന്നെ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിക്കണം. ബട്ട് എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ് ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് ഇല്ല എന്ന്. അതുകൊണ്ട് ഈ കള്ളത്തരം, ഇതിൻ്റെ 10 ഇരട്ടി കള്ളത്തരമാണ് BBC പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സോ അവർ ഒരു കമ്പനി ആയാലും അവരുടെ എംപ്ലോയീസ് കൂടിയിട്ട് വേറൊരു കോപ്പറേറ്റീവ് ഉണ്ടാക്കിയാലും ഇതൊക്കെ കമ്പനി നിയമം അതുകൊണ്ട് അവരുടെ പ്രവർത്തനം ഒന്നും തടസ്സപ്പെടാൻ പോകുന്നില്ല. ഒന്നും തടസ്സപ്പെടാൻ പോകുന്നില്ല. പിന്നെ ഇതിന് ഈ പ്രൊപ്പഗാൻഡ ഇതോ അവൻ 4 കമ്പനി ആക്കിക്കോട്ടെ, അതിന് ആര് വേണ്ടെന്ന് പറഞ്ഞു. ബട്ട് ഓൺലി തിങ് യു ഷുഡ് നോട്ട് വയലേറ്റ് കമ്പനി ലോ. കമ്പനി ലോ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വീണ്ടും ഈ എക്സാലോജിക്കിനെ പിടിച്ച പോലെ ഇവനെ പിടിക്കും. അപ്പം നിലവിളിക്കരുത്. അല്ല, നമ്മുടെ ഇത് ആദ്യത്തെ നടപടിയല്ല. ടാറ്റ പണ്ട് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ എന്ന് വേറൊരു കമ്പനി ഉണ്ടാക്കിയിരുന്നു. എൻ്റെ ദൈവമേ, എത്ര കമ്പനികൾ! ഞാൻ ഇവിടെ ഐലൻഡിൽ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള വലിയ കമ്പനിയാണ് റിച്ചാർഡ്സൺ ക്രൂഡാസ്. അതിൻ്റെ ഇപ്പോൾ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. റിച്ചാർഡ്സൺ കാണുന്നില്ല, ക്രൂഡാസും കാണുന്നില്ല. പ്രോഗ്രസീവിൽ ഇവർ മാറ്റി ഇങ്ങനെ വേറെന്തുമായി. അത് ടാറ്റ എങ്ങനെയാണ്? ടാറ്റ ടീ, ടാറ്റ ടെറ്റ്ലെ ആയിട്ട് മാറി. ഇംഗ്ലണ്ടിലെ ഒരു ടീ കമ്പനി ടാറ്റ വാങ്ങിച്ചു. ടെറ്റെ ടീ കമ്പനിയാണ്. രണ്ടും കൂടെ ചേർത്തിട്ട് ടാറ്റ ടെറ്റ്ലെ ആക്കി. കുറച്ച് കഴിയുമ്പോൾ ടാറ്റ ടെറ്റ്ലെ ടീ എന്ന് പറഞ്ഞു. ടാറ്റ ടീ എന്ന് പറഞ്ഞു ബേസിക് കമ്പനി വേറെയുണ്ട്. ഇങ്ങനെ കമ്പനികൾ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും കമ്പനി ലോയുടെ നിയമത്തിന് പുറത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും. അത് ഓതറൈസ്ഡ് ഓപ്പറേഷനാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഓതറൈസ്ഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. നല്ല ചാർട്ടേഡ് അക്കൗണ്ടന്മാർ സമർത്ഥന്മാർ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പഴുത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര ടാക്സ് കുറഞ്ഞു കിട്ടും. ആകെ ചെയ്യേണ്ടത് പുതിയൊരു കമ്പനി ഫ്ലോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഡയറക്ടേഴ്സിൻ്റെ മക്കളെ ഇവരെയൊക്കെ വെച്ചിട്ട് അവരുടെ ഒരു കീമാൻ അതിലുണ്ടാവും. ബാക്കി ഈ ഡയറക്ടേഴ്സ്, ഭാര്യ, അമ്മാവൻ ഇവരെയൊക്കെ വയ്ക്കും. ഈ അമ്മാവിനെ അറിയാൻ പോലും മേലെ പുള്ളി ഇതിനകത്ത് ഡയറക്ടറാണ്. ഇങ്ങനെ ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അങ്ങനെ BBC എന്തെങ്കിലും വിഘടിക്കുകയോ പുതിയ കോപ്പറേറ്റീവ് ഉണ്ടാക്കുകയോ ജീവിച്ചു പോട്ടെ എന്ന്. അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് BBC പേരിൽ. BBC ഇല്ല ഇവൻ്റെയൊക്കെ BBC ഇവരൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഹാവ് യു എവർ സീൻ എ കേരള ജേർണലിസ്റ്റ് ഇൻ BBC? നോ. ഇത്ര വലിയ ക്രെഡിബിലിറ്റിയുള്ള ഈ തേങ്ങാക്കൊലയിൽ ഏതെങ്കിലും ഒരുത്തിന് അവർ BBC ഒന്ന് കാണിക്കണമല്ലോ. എ കമന്റേറ്റർ ഫ്രം കേരള എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടേ? കാണിച്ചില്ല. യു ആർ നത്തിങ് ഫോർ BBC, ബട്ട് ഫോർ യു BBC ഈസ് എവറിത്തിങ്. അല്ല, നമ്മുടെ ആളുകൾക്ക് ഈ ഇംഗ്ലീഷിൽ പറയാൻ അറിയാമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറോട് സംസാരിക്കുമായിരുന്നു. ഏതായാലും BBCയുടെ പേരിൽ ഒരു നനഞ്ഞ വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതും എല്ലാ വിവാദങ്ങളെ പോലെ ജനം മനസ്സിലാക്കി ജനം തിരസ്കരിക്കും എന്ന് തന്നെ കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.